നമസ്കാരം. തലസ്ഥാന നഗരവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ഊന്നൽ നൽകി കന്നി ബജറ്റുമായി ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതി. തിരുവനന്തപുരം നഗരത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് സുസ്ഥിര പരിഹാരം മുന്നോട്ട് വെക്കുന്ന ബജറ്റ് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ആണ് അവതരിപ്പിച്ചത്. മാറാത്തത് മാറും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ബജറ്റ് അവതരിപ്പിച്ചത്. ആരോഗ്യക്ഷേമ മേഖലകൾക്കും പശ്ചാത്തല വികസനത്തിനുമാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. മുൻ ഭരണസമിതിയുടെ പ്രവർത്തന ശൈലിയെ വിമർശിച്ചുകൊണ്ടായിരുന്നു ബജറ്റ് പ്രസംഗം. നഗരത്തിൽ വീടില്ലാത്തവർക്കായി നഗരസഭയുടെ സ്വന്തം ഭവന പദ്ധതി ബജറ്റിലെ പ്രധാന പ്രഖ്യാപനമാണ്. അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനുള്ള മുഴുവൻ തുകയും കോർപ്പറേഷൻ തന്നെ നൽകും. ഇതിനു പുറമെ പ്രധാനമന്ത്രി ഭവന യോജന പദ്ധതിക്കായി 20 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിശപ്പില്ലാത്ത നഗരം എന്ന ലക്ഷ്യത്തോടെ 20 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന അടൽ ക്യാൻറ്റീൻ പദ്ധതിക്കായി 2 കോടി രൂപ നീക്കിവെച്ചു. കോർപ്പറേഷന് കീഴിൽ 1 കോടി രൂപ ചെലവിൽ അടൽ സൂപ്പർ മാർക്കറ്റും ആരംഭിക്കും. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും പ്രാധാന്യം നൽകുന്ന വിപുലമായ പദ്ധതികളാണ് ബജറ്റിലുള്ളത്. പ്രൈം ഹെൽത്ത് ലാബ് സൗകര്യങ്ങൾക്കായി 1.5 കോടി രൂപ അനുവദിച്ചു. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡുമായി സഹകരിച്ച് CT സ്കാനിംഗ്, MRI, എക്സ്റേ സൗകര്യങ്ങളുള്ള സെന്ററിന് 1.5 കോടി രൂപയും നഗരത്തിലെ 50 കേന്ദ്രങ്ങളിലായി HLLുമായി സഹകരിച്ച് കളക്ഷൻ സെന്ററുകളും തുടങ്ങും. ഭാവിയിൽ കോമൺവെൽത്ത് ഗെയിംസ് പോലുള്ള ആഗോള കായിക മാമാങ്കങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള നഗരത്തിന്റെ സജ്ജീകരണം ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര ഓഫീസും ആരംഭിക്കും. ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിലും ഇന്ത്യൻ ഭാഷകളിലും പരിശീലനം നൽകാൻ നോർക്കയുമായി ചേർന്ന് 15 ലക്ഷം രൂപയുടെ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാൻ സൺറൈസ് പദ്ധതി ആരംഭിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ, വെട്ടുകാട്, ഭീമാപള്ളി എന്നിവയെ ബന്ധിപ്പിച്ച് സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ടിന് 50 ലക്ഷം അനുവദിച്ചു. കൂടാതെ അനന്തപുരി തൊഴിൽ കേന്ദ്രം വഴി 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കാൻ 5 കോടിയുടെ പദ്ധതിയും ആരംഭിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. 2030 തിരുവനന്തപുരത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കുമെന്ന് ബജറ്റ് അവതരണത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസംഗത്തിൽ മേയർ അഡ്വക്കേറ്റ് VV രാജേഷ് പറഞ്ഞു. 2035 ലോകത്തിലെ ഏറ്റവും മികച്ച നഗരസഭയായി തിരുവനന്തപുരം മാറും. തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഉതകുന്ന പ്രവർത്തനമാണ് ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പരമാവധി നഗരസഭയിൽ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് പ്രസംഗത്തിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ പരോക്ഷ വിമർശനങ്ങളുണ്ടായി. കണ്ടുമടുത്ത മുഖങ്ങളും ധാർഷ്ട്യത്തിന്റെ കേട്ടുമടുത്ത വാക്കുകളും നഗരവാസികളെ മാറി ചിന്തിപ്പിച്ചു. നഗരവാസികളെ തടഞ്ഞു നിർത്തി അവരുടെ യാത്ര മുടക്കുന്ന ഭരണ നേതൃത്വം ഞങ്ങളിൽ കാണാൻ സാധിക്കില്ലെന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. ജനങ്ങളെയും ജനക്ഷേമ പദ്ധതികളെയും മറന്നുകൊണ്ട് പുരസ്കാരങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ഒരു നഗരസഭയ്ക്കും ഒരിക്കലും അഭിലഷണീയമല്ല. ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടുക എന്നത് ഏത് പുരസ്കാരത്തെക്കാളും വലുതാണ്. അനവധി പുരസ്കാരങ്ങൾ നേടിയിട്ട് ജനമനസ്സുകളിൽ സ്ഥാനമില്ലാതെ വരുന്ന അവസ്ഥ മൃതിയേക്കാൾ ഭയാനകമാണ്. മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത ജനതയ്ക്ക് വികസിത തിരുവനന്തപുരം സമ്മാനിക്കുമെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. അതേസമയം മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയൊക്കെയാണ്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തിന് 30 ലക്ഷം രൂപ, ട്രാൻസ്ജെൻഡർ ക്ഷേമം ആനുകൂല്യങ്ങൾക്കായി 50 ലക്ഷവും തൊഴിൽ പരിശീലനത്തിന് 20 ലക്ഷവും, യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും നൈപുണ്യ വികസനത്തിനും 10 ലക്ഷം, പൊതുസ്ഥലങ്ങളിൽ 200 അത്യാധുനിക ശുചിമുറികൾ സ്ഥാപിക്കാൻ 20 കോടി രൂപ, തെരുവ് നായകൾക്കായി ഷെൽട്ടർ, പുതിയ ABC സെന്റർ, പോർട്ടബിൾ ക്രിമിറ്റോറിയം, നെറ്റ്വർക്ക് വിപുലീകരണത്തിന് 10 കോടി, നേമത്ത് 2 കോടി രൂപ ചെലവിൽ മൾട്ടിപ്ലക്സ് കോംപ്ലക്സ്, നഗരത്തിലെ വിവിധ വാർഡുകളെ ബന്ധിപ്പിച്ച് ഉന്നത നിലവാരത്തിലുള്ള മാതൃകാ റോഡുകൾ, ഫ്ലെക്സ് പോസ്റ്റർ ഫ്രീ സോണുകൾ നടപ്പാക്കാൻ 25 ലക്ഷം, പുത്തൻപാലം കേന്ദ്രീകരിച്ച് ടൗൺഷിപ്പ് വികസനം എന്നിങ്ങനെയാണ് പ്രഖ്യാപനങ്ങൾ.